പരപ്പനങ്ങാടി നഗരസഭയിലെ LBS ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനം നിലവിൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിനും സ്ഥിരം കെട്ടിടം നിർമ്മിക്കുന്നതിനും ആവശ്യമായ പണം ലഭ്യമാക്കുന്നതിനുള്ള നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ 130 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച പ്രസ്തുത പദ്ധതി നടപ്പാക്കുന്നതിന് നിലവിൽ 186.62 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് സാമാന്യം വലിയൊരു തുകയായതിനാൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് പരപ്പനങ്ങാടി LBS ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നതാണ്. നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഏവർക്കും ചെമ്മാട് തൂബ ജോബയുടെ റംസാൻ ആശംസകൾ. വാർത്തകൾ വിശദമായി. പരപ്പനങ്ങാടി LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് സ്വന്തം ഭൂമിയും കെട്ടിടവും നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ സംബന്ധിച്ച് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ച KP മജീദ് MLA. എന്നാൽ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് ഒഴിഞ്ഞുമാറി സർക്കാർ. അതും കേട്ടോ മിണ്ടാതിരുന്ന പ്രതിപക്ഷം. മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതിക്ക് കാരണമാകുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുന്ന സ്ഥാപനമാണ് LBS IIST. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറത്ത് ഒരൊറ്റ എഞ്ചിനീയറിംഗ് കോളേജ് പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമടക്കം കോടികൾ ചെലവഴിക്കുന്ന സർക്കാർ സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ മലബാറിന്റെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കുന്ന പദ്ധതി അവഗണിക്കുന്നത്. അതേസമയം പദ്ധതിക്ക് ഫണ്ടില്ലെന്ന് മന്ത്രി R. ബിന്ദു അറിയിച്ചപ്പോൾ KP മജീദ് MLAയും മുസ്ലിം ലീഗ് പ്രതിനിധികളും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമടക്കം മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. ഇതുവരെ മുസ്ലിം ലീഗോ ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുമില്ല. സർക്കാരിന്റെ ഈ മറുപടിയോടെ ജില്ലയിൽ ഉയർന്നുവരുമായിരുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം യാഥാർത്ഥ്യമാകില്ലെന്ന നിരാശയിലാണ് നാട്ടുകാർ. 2013 PK അബ്ദുറബ്ബ് മന്ത്രിയായിരിക്കുമ്പോഴാണ് LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അനുവദിച്ചത്. തുടർന്ന് പദ്ധതിക്കായി സ്ഥലം കണ്ടെത്തുന്നതിന് നിരവധി ശ്രമങ്ങൾ നടത്തുകയും ഒടുവിൽ പരപ്പനങ്ങാടി കെട്ടുങ്ങലിൽ 30 ഏക്കർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്ന സംബന്ധിച്ച് ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. തുക കിട്ടിയാൽ സ്ഥലം വിട്ടു നൽകാമെന്ന് ഒടുവിൽ ഉടമകൾ രേഖാമൂലം അറിയിച്ചു. എന്നാൽ തുടർന്ന് വന്ന 2 ഇടതുപക്ഷ സർക്കാരും ഈ പദ്ധതി പാടെ അവഗണിക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം KP മജീദ് MLA ഇത് സംബന്ധിച്ച് സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ പദ്ധതിക്ക് സ്ഥലം വാങ്ങലും കെട്ടിടവും നിർമ്മിക്കലും സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയത്ത് പരിഗണിക്കാമെന്നാണ് സർക്കാർ അറിയിച്ചത്. ലാൻഡ് അക്വിസിഷൻ നടപടികൾക്ക് കാലതാമസം ഉണ്ടാകാതിരിക്കാൻ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് പ്രകാരം 2013 പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഉചിതമെന്ന് സർക്കാർ LBS സെന്ററിനെ കത്ത് മുഖേന അറിയിച്ചിരുന്നു. എന്നാൽ കോവിഡും തുടർന്നുണ്ടായ സാമ്പത്തിക പരിമിതിയും കാരണം ഫണ്ട് അനുവദിക്കുന്നതിന് തടസ്സം നേരിട്ടു. തുടക്കത്തിൽ 130 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച പ്രസ്തുത പദ്ധതി നടപ്പാക്കുന്നതിന് നിലവിൽ 186.62 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് സാമാന്യം വലിയൊരു തുകയായതിനാൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന മുറയ്ക്ക് പരപ്പനങ്ങാടി LBS ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നതാണ്. UDF സർക്കാരിന്റെ കാലത്താണ് 2013 LBS ഇൻ്റഗ്രേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനം തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചത്. പദ്ധതിക്ക് ഭൂമി വാങ്ങുന്നതിന് 20 കോടി രൂപയും ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി 3 കോടി രൂപയും ചെലവ് കണക്കാക്കിയിരുന്നു. പരപ്പനങ്ങാടി കെട്ടുങ്ങൽ ഭാഗത്ത് 30 ഏക്കർ സ്ഥലവും കണ്ടെത്തി. സ്ഥലമേറ്റെടുപ്പ് വൈകിയതോടെ LBS IISTയുടെ ഭാഗമായ മോഡൽ ഡിഗ്രി കോളേജ്, LBS സബ് സെന്റർ, ക്യാമ്പ് ഓഫീസ് എന്നിവ 2016 പരപ്പനങ്ങാടിയിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യഘട്ടമായി 12.25 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് കലക്ടർ നടപടി സ്വീകരിച്ചിരുന്നു. അടിസ്ഥാന വില നിർണയ റിപ്പോർട്ട് സമർപ്പിക്കാൻ ലാൻഡ് അക്വിസിഷൻ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ലാൻഡ് അക്വിസിഷൻ നടപടികൾക്ക് കാലതാമസം ഉണ്ടാകാനിടയുള്ളതിനാൽ ലാൻഡ് അക്വിസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് 2013 പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് ഉചിതമെന്ന് സർക്കാർ LBS സെന്ററിനെ 2018 മാർച്ച് 3 കത്ത് മുഖേന അറിയിച്ചിരുന്നു. എന്നാൽ കോവിഡും തുടർന്നുണ്ടായ സാമ്പത്തിക പരിമിതിയും കാരണം ഫണ്ട് അനുവദിക്കുന്നതിന് തടസ്സം നേരിട്ടു. തുടക്കത്തിൽ 130 കോടി രൂപ ചെലവ് പ്രതീക്ഷിച്ച പ്രസ്തുത പദ്ധതി നടപ്പിലാക്കുന്നതിന് നിലവിൽ 186.62 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് സാമാന്യം വലിയൊരു തുക ആയതിനാൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്ന മുറയ്ക്ക് LBS IISTക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കുന്നതിനും തുടർ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നതാണെന്നും മറുപടിയിൽ അറിയിച്ചു.
എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്, ആർട്സ് കോളേജ്, അഫിലിയേറ്റഡ് കോളേജ്, കമ്പ്യൂട്ടർ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളാണ് ഇതിൽ വിഭാവനം ചെയ്തിരുന്നത്. മലബാറിന് തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന പദ്ധതിയാണിത്. ആദ്യഘട്ടത്തിൽ LBS കോളേജ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. പദ്ധതിക്കായി പരപ്പനങ്ങാടി കെട്ടുങ്ങലിൽ 30 ഏക്കർ സ്ഥലം കണ്ടെത്തിയിരുന്നു. എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ചില തർക്കങ്ങൾ നിലനിന്നു. തുക കിട്ടിയാൽ സ്ഥലം വിട്ടു നൽകാമെന്ന് ഒടുവിൽ ഉടമകൾ സമ്മതപത്രം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ തുടർന്ന് വന്ന 2 ഇടതുപക്ഷ സർക്കാരും ഈ പദ്ധതിയെ പാടെ അവഗണിക്കുകയാണ് ചെയ്തത്. എല്ലാ ബജറ്റിലും MLA ഫണ്ട് ആവശ്യപ്പെടാറുണ്ടെങ്കിലും ഒരു ബജറ്റിൽ പോലും പദ്ധതിക്കായി പണം അനുവദിക്കാൻ സർക്കാർ തയ്യാറായില്ല. PK അബ്ദുറബ്ബാണ് പദ്ധതി കൊണ്ടുവന്നതെങ്കിലും നിലവിലെ MLA ആയ KP മജീദ് പദ്ധതിക്കായി വേണ്ടത്ര താൽപ്പര്യം കാണിക്കുന്നില്ല എന്ന പരാതി ലീഗ് പ്രവർത്തകർക്കിടയിൽ തന്നെ ഉണ്ട്. പദ്ധതിക്ക് ഫണ്ടില്ലെന്ന് മന്ത്രി R ബിന്ദു അറിയിച്ചപ്പോൾ KP മജീദ് MLAയും മുസ്ലിം ലീഗ് പ്രതിനിധികളും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമടക്കം മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. മാത്രവുമല്ല, മലബാർ മേഖലയ്ക്ക് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് മുതൽക്കൂട്ടാകുന്ന പദ്ധതിക്ക് പണമില്ലെന്ന് പറഞ്ഞിട്ടും ഉത്തരവാദിത്തമുള്ള മുസ്ലിം ലീഗോ പാർട്ടി കമ്മിറ്റികളോ ഇക്കാര്യത്തിൽ യാതൊരു പ്രതിഷേധവുമില്ലാതെ മിണ്ടാതിരിക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു സബ്മിഷൻ ഉന്നയിക്കുന്നു എന്നല്ലാതെ സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന യാതൊരു നടപടിയും മുസ്ലിം ലീഗും എടുക്കുന്നില്ല എന്നത് ലീഗ് പ്രവർത്തകർക്കിടയിലും വിമർശനമുണ്ട്. കണ്ണൂർ, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ എന്നിവിടങ്ങളിലെല്ലാം അനാവശ്യമായി കോടികൾ ചെലവിടുമ്പോൾ മലപ്പുറത്തെ പാടെ അവഗണിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്ന വിമർശനവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.